അങ്ങനെ എമ്പുരാൻ ടീച്ചർ വന്നിരിക്കുന്നത് ഗൈസ്. ഒരു രക്ഷ ടീച്ചർ ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ ആയിട്ടാണ് ടീച്ചർ നമ്മുടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മമ്മൂക്ക ഉണ്ട്, പിന്നെ മറ്റും വലിയ വലിയ ആക്ടേഴ്സ്, വലിയ വലിയ ഡയറക്ടേഴ്സ്, വലിയ വലിയ മ്യൂസീഷ്യൻസ്, വലിയ വലിയ സിനിമ ഇൻഡസ്ട്രി വലിയ വലിയ വ്യക്തികളൊക്കെ അണിഞ്ഞിരുന്നിട്ടുള്ള ഒരു പരിപാടിയും കൂടി ആയിരുന്നു. ആ പരിപാടിക്ക് ഒത്തൊരു ടീച്ചർ തന്നെയായിരുന്നു ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും ടീച്ചർ ഒരു രക്ഷയുടെ ടീച്ചറാണ്. കാരണം എബ്രാഹിം ഖുറൈഷിനെ മാത്രം മുൻനിർത്തിയുള്ള കളിയായിരുന്നു ഈ ടീച്ചറിൽ കാണിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക വൈൽഡ് ഹണ്ടിങ് എന്ന് വെച്ചാൽ ഒരു വൈൽഡായി കിടക്കുന്ന ഒരു ഹണ്ട് ചെയ്യുന്ന ഒരു ഏരിയ മൊത്തം കാണിച്ച പരിപാടിയാണ്. കാരണം ഇദ്ദേഹം എവിടേക്കാണ് ക്യാൻവാസിൽ, എവിടേക്കാണ് ഇയാൾ എസ്റ്റാബ്ലിഷ് ആയി നിൽക്കുന്ന സ്ഥലം, അങ്ങനെ കാണിച്ചൊരു വലിയൊരു ഇന്റർനാഷണൽ ഡോണിന്റെ ഒരു പശ്ചാത്തലം കൊടുത്തുള്ള ഒരു പരിപാടിയാണ് ഈ ടീച്ചറാണ്. അപ്പൊ എനിക്ക് മനസ്സിലായത്. കാരണം ഇദ്ദേഹം ഒരു ഇന്റർനാഷണൽ ഡോൺ ആയിട്ട് ഇരിക്കുമ്പോഴും അതിൽ കുറേയധികം എന്താ പറയുക ഈ ഇന്റർനാഷണലി നമ്മുടെ കിടക്കുന്ന റഷ്യ പോലുള്ള രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഇദ്ദേഹത്തിനെ എന്താ പറയുക റൗണ്ട് അപ്പ് ചെയ്ത് ഹണ്ട് ചെയ്യാൻ പിടിച്ച് താഴ്ത്തിയുള്ള ഒരു ഫോഴ്സ് ബേസിൽ മൂവ്മെന്റ് ഒക്കെ നടത്തുന്ന ഒരു സീൻസ് ഒക്കെയാണ് ഇതിൽ സംഭവം ഈ ടീച്ചറിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് വളരെ എക്സൈറ്റ് ആയിട്ടുണ്ട്. കാരണം അതിൽ ചില മൂവ്മെന്റ്സ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു നമുക്ക് പഴയ പഴയ ഇംഗ്ലീഷ് സിനിമകളോ ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ പഴയതിൽ ഈ വന്നു പോയിട്ടുള്ള കുറച്ച് 4 വർഷം മുമ്പുള്ള വന്നു പോയിട്ടുള്ള പഴയ സിനിമകൾ നമുക്ക് ഇതിന് ഓർമ്മയിൽ വരാനുള്ള സാധ്യതയുള്ള കുറെ ഷോർട്സ് ഒക്കെ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എടുത്തു പറയേണ്ടത് പിന്നെ മുള്ളിൽ ഷോട്ട് ആയിട്ട് തന്നെ നമ്മുടെ ബസൂക്കിലൊരു ഒരു ഒരു സൂപ്പർ ഷോട്ട് ഉണ്ട്, അതും ഇതിൽ വന്നിട്ടുണ്ട് കണ്ടു. അങ്ങനെ കുറെ സിനിമയിലൊക്കെ തന്നെ ഒരു ഷോർട്സ് വന്ന പോലെ തോന്നി. പക്ഷെ എന്തെങ്കിലും ഈ കഥയിൽ ഇത് എങ്ങനെ മാച്ചാവുന്നു? കാരണം ഈ കഥയിൽ എങ്ങനെയാണ് ഇതിന്റെ മോഹൻലാൽ എന്ന വ്യക്തി ഈ ഒരു എബ്രഹാം ഖുറൈഷിയായിട്ട് അഴിഞ്ഞാടാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് അദ്ദേഹം ഒരു കേരളത്തിൽ ഇട്ടാവട്ടം എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇട്ടാവട്ടത്ത് കളിക്കാനൊന്നും നമുക്ക് പറ്റില്ല, നമുക്ക് ദില്ലിയിൽ അങ്ങോട്ട് പിടിയുണ്ടല്ല എന്ന് പറയുന്ന പോലെ എന്ന് പറഞ്ഞാല്. പക്ഷേ ഈ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് കേരളത്തിൽ നിന്ന് തലസ്ഥാനത്ത് കളിക്കാനല്ല താല്പര്യം. ആൾക്ക് വേണ്ടത് അങ്ങ് ഇന്റർനാഷണൽ ആണെന്ന് ഈ സിനിമ ഈ ടീച്ചർ കാണുമ്പോൾ എനിക്ക് തോന്നി. കാരണം സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മാത്രം അഴിഞ്ഞാട്ടമായിരുന്നു ലൂസിഫറെങ്കിൽ ഇതിൽ എബ്രഹാം ഖുറൈഷിയുടെ ഒരു അഴിഞ്ഞാട്ടം ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രമാത്രം വലിയൊരു ക്യാൻവാസിലാണ് ഈ സാധനം ഇറക്കി വെച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഒന്നിൽ ഈ ഒരു ടീച്ചറിൽ കാണിക്കുന്ന ഓരോ ഷോർട്സിലും ഓരോ പറഞ്ഞു വരുന്ന രീതിയും പറഞ്ഞാലും ഓരോ വ്യക്തികളിലും ഓരോന്നും പറഞ്ഞു വരുന്നതെല്ലാം തന്നെ എബ്രഹാം ഖുറൈഷിനെ ഫോക്കസ് ചെയ്ത് തന്നെയാണ്. അപ്പൊ അദ്ദേഹം വലിയ എന്തോ ആണെന്നുള്ളതാണ് ഈ ഒരു ടീച്ചറിൽ ഈ നമ്മളോട് പറയാതെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഒരു ഹൈപ്പ് നമുക്ക് കുറെ തരുന്നുണ്ട്. എബ്രഹാം ഖുറൈഷി പറഞ്ഞ വ്യക്തി അങ്ങനെ ഇന്ത്യയിൽ മാത്രമല്ല റഷ്യ അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം ആടി ഒളിഞ്ഞ് നടന്ന് ഇങ്ങനെ എന്താ പറയുക ഹണ്ടി നടക്കുന്ന ഒരു വലിയൊരു ഡോൺ ആണെന്നാണ് ഈ ടീച്ചർ തന്നെ പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ടീച്ചറിന്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും നല്ലൊരു പ്രതീക്ഷ തരുന്ന ഒരു ടീച്ചർ തന്നെയാണ്. വളരെയധികം പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു ക്യാൻവാസ് ഒരു സിനിമ വരുന്നു, അത് മലയാളത്തിൽ തന്നെ വരുന്നുണ്ട്. അത് മോഹൻലാൽ എന്ന ഒരു ആക്ടർ, പിന്നെ നമ്മുടെ ഒരു യുവ എന്താ പറയുക ഡയറക്ടറായിട്ടുള്ള പൃഥ്വിരാജ്, സുകുമാരൻ, അങ്ങനെ ഒരു അത്യാവശ്യം നമ്മളെ ലൂസിഫറിനെ നമ്മളെ പിടിച്ചു നിർത്തി പൃഥ്വിരാജിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈലാണ്. ഇതാണ് കഥ കൊണ്ടൊന്നുമല്ല, മേക്കിംഗ് സ്റ്റൈലും ഉണ്ട്. പിന്നെ മോഹൻലാലിന്റെ ഒരു എന്താ പറയുക ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെയായിരിക്കും ഇതിൽ കുറച്ചുകൂടി എന്താ പറയുക മോഹൻലാലിന്റെ ഒരു അവസാനം ലൂസിഫറിൽ എൻഡപ്പ് ചെയ്യുന്ന ഒരു സീൻസ് ഉണ്ട്, റഷ്യയിലൊക്കെ വെച്ചിട്ടുള്ള ഒരു സീൻസ്. അതിന്റെ ഒരു തുടരെയായിട്ടാണ് ആളുടെ എന്താ ലുക്കും മറ്റും ഒക്കെ കാണിക്കുന്നത്. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുറെ ഇന്റർനാഷണൽ ബോഡി ഗാർഡ്സ് പോലുള്ള ടീംസ്, അവരുടെ ഗ്രൂപ്പ്സ്, അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ സിനിമയുടെ അവസാനം എൻഡ് ചെയ്ത് നമുക്ക് ഭയങ്കര ആ ഷോർട്സും മറ്റുമൊക്കെ തരുമ്പോൾ നമുക്ക് പല സിനിമയിലും ഇംഗ്ലീഷ് സിനിമയിലും കണ്ടിട്ടുള്ള ഒരു ഷോർട്സ് ഒക്കെ ആയിരിക്കും. പക്ഷെ അത് ആ മലയാള സിനിമയിലേക്ക് ആദ്യം വന്നപ്പോൾ വളരെ കൗതുകം തോന്നി. അത് തന്നെയായിരിക്കും ഇതിലും. ഈ സിനിമയിലും എന്താ പറയുക ഇത്രയും ഒരു വലിയ ക്യാൻവാസ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നിട്ട് ഇത്രയും വലിയൊരു എന്താ പറയുക ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് മേക്കിംഗ് അല്ലെങ്കിൽ ആ ഫ്രെയിംസ് കാണിച്ച് എടുക്കാൻ പറ്റിയ രീതിയിലേക്ക് ഒരു കഥ വരുന്നു. ആ കഥയിൽ ഇനി എങ്ങനെയാണ് നമ്മുടെ നായകനും മറ്റു എലിമെന്റ്സ് എല്ലാം ഒത്തുചേർന്ന് നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലെവലിൽ വരുന്ന അറിയണമെങ്കിൽ നമുക്ക് മുഴുവൻ സിനിമ തന്നെ കണ്ടുവരും. പക്ഷെ എന്നാലും ഒരു തിയേറ്ററിക് അല്ലെങ്കിൽ ഒരു ടീസറിന്റെ ഒരു നമുക്ക് മാർക്കിടാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ടീച്ചറിന് ഒരു 100 ഇപ്പോൾ ഒരു 10 എടുക്കുകയാണെങ്കിൽ 10% കൊടുക്കാൻ പറ്റും. കാരണം അത്രമാത്രം എഫേർട്ട് ആ ടീച്ചറിൽ നമുക്ക് കാണാൻ പറ്റും. എഫേർട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഒരു പാക്കേജ് ആയിട്ടാണ് തോന്നുന്നു. ഈ ടീച്ചറിൽ കണ്ടപ്പോൾ നല്ലതെന്ന് തോന്നി. അപ്പോൾ എന്തായാലും ഈ സിനിമ വരുമ്പോൾ എന്താ പറയുക March 27 ഈ വർഷം തന്നെ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ. അപ്പോൾ ടീച്ചർ വന്നപ്പോൾ തന്നെ ഇത്രയും പുകിലാണ്. ഇനിയിപ്പോൾ ട്രെയിലറൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല. സോഷ്യൽ മീഡിയ കത്തുവോ കത്തി എരിയോ, ഇനി യൂട്യൂബൊക്കെ പുതിയൊരു ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും എന്നറിയില്ല. അമ്മാരി തള്ളും ആളൊന്നുമില്ല, പക്ഷെ അമ്മാരി ഒരു ഇടിയും വെട്ടി സാധനം ഉണ്ട്. കാരണം മലയാളത്തിന്റെ സുവർണ്ണ കാലമാണ്. മലയാള സുവർണ്ണ ഏത് പടം എടുത്താലും പറയും, ചെറുതാണെങ്കിലും വലുതാണെടുത്താലും
അപ്പോൾ ഈ ഒരു പാൻ ഇന്ത്യ ബേസിലേക്ക് അത് അറ്റൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു സിനിമ വരുമ്പോൾ നമുക്ക് മറ്റേ മാർക്കൊക്കെ ആണെങ്കിലും ഇപ്പം കഴിഞ്ഞ വർഷം ഈ പ്രാവശ്യമൊക്കെ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ഡൊമിനിക് ആണെങ്കിലും ഇപ്പോൾ നല്ല റിവ്യൂസ് ചെയ്യിക്കുകയാണ് പുറത്ത്. അപ്പോൾ തന്നെ ഇപ്പം മാർക്കോ ആണെങ്കിൽ നല്ലൊരു ചൈന വരെ എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം പിന്നെ ഒന്നും പറയില്ല. കഴിഞ്ഞ വർഷം മമ്മൂട്ടി മറ്റു യുവ നമ്മുടെ എന്താ പറയുക താരങ്ങളൊക്കെ അടിച്ചമർത്തി നിൽക്കുന്ന സിനിമ, അടിച്ചേരി നിൽക്കുന്ന സിനിമ. അതുകൊണ്ട് തന്നെ ഒരുപാട് പാൻ ഇന്ത്യ അറ്റൻഷൻ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു സിനിമ വരുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ മലയാള ഇൻഡസ്ട്രിയുടെ എന്താ പറയുക വേറൊരു തലം ഒന്നുകൂടി കാണിക്കാൻ പറ്റും. മാർക്കോ വന്നു, ഇനി ഇതും കൂടി വരുമ്പോൾ എന്താ ചെയ്യും, മലയാള ഇൻഡസ്ട്രി അങ്ങനെ കാര്യപ്പെട്ട ചെറിയ ഇൻഡസ്ട്രി എന്നല്ല, മലയാള ഇൻഡസ്ട്രിക്കും കുറച്ച് മുതലൊക്കെ മുടക്കി നല്ല ഈ പറയുന്ന ആളുകൾ പറയുന്നതിനേക്കാളും സൂപ്പർ മൂവി എടുക്കാൻ പറ്റും. ആ എടുക്കുന്ന സിനിമയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ്, മലയാളിയുടെ സ്റ്റാൻഡേർഡും കാണിക്കാൻ പറ്റും. പക്ഷെ 1 രൂപ മുടക്കിയാൽ 1 രൂപയുടെ ഔട്ട്പുട്ട് ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മലയാളി അങ്ങനെയാണ്. 1 രൂപ മുടക്കിയാലും അതിൻ്റെ ഔട്ട്പുട്ട് ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നു പറഞ്ഞൊരു മലയാളിയുടെ ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഈ ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു എന്താ പറയുക നമ്മുടെ ബഡ്ജറ്റും കാര്യമൊക്കെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതൊന്നുമില്ല, ആ ഒരു ടീസറിന് ഭയങ്കര ക്വാളിറ്റി തോന്നിയിരുന്നു. അപ്പോൾ അത് തന്നെയായിരിക്കും സിനിമ ഓരോന്നിലും ഉണ്ടോ എന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്തായാലും ഈ സിനിമ കാണുന്നത് നമുക്ക് മുസ്ലിമിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ടീസർ 100% ഓക്കെയാണ്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കും. ബൈ, സീ യു.